എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു. നോമ്പ് കാലത്ത് ഇങ്ങനെ കാണിക്കരുതെന്ന് പറയൂലേ, അപ്പൊ ഞാൻ ഒരു കാര്യം പോയി ഒരു ഫ്രൂട്ടി മേടിച്ചു കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. വണ്ടി നിന്നിട്ട് വേക്കണ്ട് പരസ്യമായിട്ട് പള്ളീന്റെ മുമ്പ് നല്ല കുടിച്ചോ മരിച്ചത്. കുറേ പേര് പറഞ്ഞ് അവളല്ലേ കരഞ്ഞ് വീഡിയോ ഇട്ടത് തല്ലിപ്പിക്കണം. നോമ്പ് ഇല്ലെങ്കിൽ ഉള്ളത് പോലെ ആക്ട് ചെയ്യണം. ഇന്നലെ നമ്മള് എവരുടെയും പ്രിയ സുഹൃത്തായ സിമ്പിൾ കോവക്ക ഉലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നത് കോവക്ക കൊണ്ട് ഒരു ഉലത്ത് ഉണ്ടാക്കാനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയല്? വറവ്, പിന്നെ എന്തൊക്കെ പറയല് അതിന്? വറവ് അങ്ങനെ. നമ്മള് ഉലത്ത് എന്നാ പറയല്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയല്ലേ? പിന്നെന്താ മുന്നത്തെ ഇതിലിട്ടപ്പോ ഏതിട്ടത് കടുമ്പ് ഇട്ടപ്പോ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ച് എൻ്റെ നാട്ടിൽ എന്താ പറയണേ. നമ്മുടെ നാട്ടില് എനിക്ക് ഫസ്റ്റ് ഓർമ്മ കിട്ടിയില്ല. അപ്പൊ ആരോ കമന്റ് ഇട്ടുണ്ടായിരുന്നു നാളത്ത് പിടി എന്ന് പറയുന്നു. നമ്മുടെ നാട്ടില് പിടി എന്നാ പറയല്. പിടി ഇറച്ചിപ്പിടിന്നോ അങ്ങനെ എന്തോ. പിന്നെന്താ, പിന്നെ വേറെ കുറെ നാട്ടിലത്തൊക്കെ കേട്ടിട്ടാ. പിന്നെ നിങ്ങൾ ഇടുമ്പോൾ ഏത് നാട്ടിലത്തെയും കൂടി ഡിഫൈൻ ചെയ്തിട്ടാല് നമുക്കതൊരു അറിവായല്ലേ. പക്ഷെ കുറെ പേര് നമ്മുടെ നാട്ടില് കുഞ്ഞിപ്പത്തില് അങ്ങനെ മാത്രം പറയണുള്ളൂ. ഏത് നാട്ടിൽ നിന്ന് ചിലവർ പറയണില്ല. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനായി. പിന്നെ ഏതാ എന്നിട്ട് പിന്നെ വാട്ടർ മെലൺ ഇട്ടപ്പോൾ കുമ്മട്ടി എന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ നാട്ടിലെ കുമ്മട്ടി. ഈ പാട്ട് ഇട്ടിട്ടില്ലേ? എന്താ ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. അത് നമ്മുടെ നാട്ടിൽ കുമ്മട്ടിക്ക. പിന്നെ വേറെ നാട്ടിൽ ബത്തക്ക. ഇവിടെ ബത്തക്ക അല്ലേ? ബത്തക്ക, തണ്ണിമത്തൻ. നമ്മൾ കുമ്മട്ടിന്ന് സ്പെല്ല് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്കയും കൊണ്ടൊരു ഉലത്താണ്. സിമ്പിളായിട്ടൊരു ഉലത്ത്. അതിന് വേണ്ടത് കോവയ്ക്ക ഞാൻ എടുത്ത് വെച്ച്. പക്ഷെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ തണ്ട് കളയണം കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് എന്നിട്ട് ഇതിൻ്റെ തുമ്പ് കളഞ്ഞിട്ട് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി വേണ്ടത് ഒരു ഒണിയൻ, ഒരു പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്ര മതിട്ടാ. ഇനി നമുക്കിത് ഫസ്റ്റ് തന്നെ അരിയാം. ഇത് ഫുള്ള് അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ വാഷ് ചെയ്യില്ലാന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് കറി ഉണ്ടാവില്ലേ, എനിക്ക് ആ കളയാൻ വേണ്ടിയിട്ട്. പിന്നെ മാറ്റാം. പിന്നെ ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ച് നോമ്പുണ്ടോ എന്ന് വെച്ച്. ഞാനിപ്പോൾ നോമ്പ് എടുക്കലില്ല, പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് നോമ്പ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നോമ്പ് എടുക്കണില്ല. അങ്ങനെ നോർമലി പ്രഗ്നന്റ് നോമ്പ് വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് പിടിക്കണ്ടെന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഡോക്ടർ പറയുകയും ചെയ്ത് പിടിക്കണ്ടെന്ന്. നമ്മൾ റിസ്ക് എടുക്കാനൊക്കെ ഉള്ള എന്തിനാ വെറുതെ. അപ്പം നമുക്കിത് ഫസ്റ്റ് അരിഞ്ഞു കൊടുക്കാം. പിന്നെന്താ, കുറേ വിശേഷങ്ങൾ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായി. വേറെ ഒന്ന് വെച്ചെന്താ, ഇപ്പം കുഞ്ഞിന് അനക്കമുണ്ടോന്നൊക്കെ. കുഞ്ഞിന് അനക്കമുണ്ട്. 4 മന്ത് ലാസ്റ്റ് ആയപ്പോൾ തൊട്ടേ കുറച്ച് അനക്കമുണ്ട് നല്ല രീതിക്ക്. വേറെ എന്തൊക്കെയാണ് ചോദിച്ചത് കമൻറ്റിൽ? വേറെ കുറേ വിശേഷങ്ങൾ ചോദിച്ചത്. ഈ കോവക്ക റെഡ് കളർ കുറച്ച് പഴുത്തത്. പക്ഷെ പച്ചയിൽ കൂടുതൽ ടേസ്റ്റും. വെള്ളയുണ്ട് കുറേ. ഇതൊക്കെ വെള്ളയാണ്. പിന്നെന്താ, പിന്നെ ഞാൻ ഈ അടുത്ത് ഇത് കണ്ടപ്പോൾ കുറേ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ മാറ്റാനാ. ഇന്നലെ ആരും മരിച്ചത് മേനു? ഇന്നലെ ആരും മരിച്ചില്ലേ? ഇന്നലെ നമ്മള് എവരുടെയും പ്രിയ സുഹൃത്തായ ഫൈജാസ് മരണപ്പെട്ടു. അയാൾ ആക്സിഡന്റ് കേസ് എന്നാണ്. ഞാനും ഇന്നാണ് അറിയുന്നത്. ഭയങ്കര ഒരു ഷോക്കായി പോയത്. കാരണം വേറൊരു ആള് മരിച്ചില്ലേ? അത് ആൽബത്തിലുള്ള ആൾ തന്നെ തോന്നുന്നു. വേറെ ആരാ? ഞാൻ ഇന്നലെ ക്യാമറ ഇതിൽ കാണിച്ചതില്ല, റീൽ കാണിച്ചു തന്നിട്ട് മരിച്ചെന്ന് പറഞ്ഞിട്ട്. അല്ല, അത് ഒരു സമയത്ത് പുള്ളിക്ക് കുറെ നെഗറ്റീവ്സ് ഉണ്ടായി. എന്നിട്ട് അത് മാത്രല്ല, പിന്നെന്തോ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. അവര് രണ്ടാളും കൂടി സ്നേഹിച്ചിട്ട്
ആ പെണ്ണെന്തോ പീഡനത്തിന് എന്തോ കേസ് കൊടുത്തിട്ട് അവനായിരുന്നു ഫുള്ള് നെഗറ്റീവ്. പെണ്ണും കൂടി അനുഭവിച്ചിട്ടായിരിക്കൂലേ എല്ലാത്തിനും ഇതുണ്ടാവാം. ലാസ്റ്റ് വരുമ്പോ കേസ് വരുമ്പോ ഒന്നുമില്ലാത്ത ആൾക്കാർ. അപ്പൊ അതിന്റെ ഇതെന്ന് വെച്ചാല് മരിച്ചു കഴിഞ്ഞപ്പോ അയാളെ പറ്റി നല്ലത് മാത്രം പറയാം. മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം. അവര് ജീവിച്ചിരിക്കുമ്പോ അവര് പറയുമ്പോ അവർക്കുള്ള ആ സന്തോഷം, അതാണ് നമ്മള് വലുതായി കാണേണ്ടത്. മരിച്ചു കഴിഞ്ഞപ്പോ അയാള് വലിയ ആളായി, നല്ലവനായി, എന്തൊക്കെയായി. ജീവിച്ചിരിക്കുമ്പോ അയാള് ചെയ്ത റീൽസിന് കുറെ പേര് പറഞ്ഞത് ചത്തൂടെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ മനസ്സിൽ സത്യം പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു ഇതും പോയി പോവും. മരിച്ചാലും സീനില്ല എന്ന് നമുക്ക് വരെ കമന്റ് വരലുണ്ട്, നീ പോയി ചത്തൂടെ, നിനക്ക് ചത്തൂടെ എന്ന് പറഞ്ഞ കമന്റ് വരും. പക്ഷെ മരിച്ചു കഴിയുമ്പോ പറയാൻ കഴിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്മാരും ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ പിന്നെ അതായത് മരണം കാണാൻ സന്തോഷിക്കാനുള്ളൊരു ഇതുപോലെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവരെ എന്ത് നെഗറ്റീവ് കണ്ട് ആസ്വദിക്കുന്നു, ആഘോഷിക്കുന്നു. ഞാൻ ഫസ്റ്റ് റീലിട്ടോണ്ടപ്പോ കുറെ നെഗറ്റീവ് വന്നപ്പോ ഫസ്റ്റ് ഫീലൊക്കെ ആവൂലേ. അങ്ങനെ വന്ന സമയത്ത് കുറെ പേര് എനിക്ക് റിക്വസ്റ്റിൽ വന്ന് പറഞ്ഞ് മുന്നേ ഇതുപോലെ മരിച്ചവരുടെ കമന്റ് നോക്കിയാൽ കാണാം അവർക്ക് മുന്നേ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. മരിച്ചതിന് ശേഷം അവരുടെ കമന്റ് ബോക്സ് പോയി നോക്കി ഞാൻ അങ്ങനെ കുറെ കണ്ടിട്ടുള്ളതാ. അതുപോലെ തന്നെയാണ് ഇത്താത്തൊക്കെ കുറെ നെഗറ്റീവ് വന്നത്. അതെല്ലാവർക്കും മരിച്ചു കഴിയുമ്പോഴാണ് അവർ വലിയ ആളാവണത്. ജീവിച്ചിരിക്കുമ്പോ എല്ലാരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. മരിച്ചു കഴിയുമ്പോ അയാൾ അറിയണമെന്നില്ല. ജീവിച്ചിരിക്കുമ്പോ കുറച്ച് സന്തോഷം കൊടുക്കുന്നതല്ലേ നല്ലത്. എന്താണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ പോയതുകൊണ്ടാണ് ലോകത്തിൽ ഓരോ ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഇങ്ങനൊക്കെ വരുന്നത്. ഈ മനുഷ്യന്മാരുടെ കാരണങ്ങൾ കൊണ്ടാണ്. സത്യം എന്തെന്ന് അറിയാണ്ട് അല്ലെങ്കിൽ രണ്ട് സൈഡ് എന്ത് മനസ്സിലാക്കാണ്ടും വരും. മനുഷ്യന്റെ ഒരു മനസ്സും ഓരോരാളെ ഓരോരോ രീതിയിലാണ് ഓരോരാൾ മനസ്സ് പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഞമ്മക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമായിരിക്കില്ല മറ്റുള്ളവരെ ചോയ്സ്. ഇപ്പം എല്ലാവർക്കും ഒരേ കളറാണ് ഇഷ്ടം. അതേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ അല്ല ഒരിക്കലും. ഇപ്പം എന്താ പറയുക, അങ്ങനെ അവൻ ചെയ്തുകൂടാ, അത് ഓനക്ക് ഇഷ്ടമുണ്ടാവില്ല. ചില ആൾ ഭയങ്കര ദൈവവിശ്വാസികളുണ്ട്, ചില ആൾ ദൈവവിശ്വാസി ഒന്നും ഇല്ലാത്തവരുണ്ട്. അതെല്ലാം രണ്ടും രണ്ട് ടൈപ്പാണ്. എല്ലാം ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും. ഓരോരാൾ ഇഷ്ടങ്ങളും ഓരോരാൾ മനസ്സിലുള്ള ഒരു ഇതുമാണ്. ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവും. നെഗറ്റീവ് ഇപ്പൊ വൈകാത്ത എന്താന്ന് വെച്ചാല് നമ്മളെ സ്നേഹിക്കുന്നവർ കുറെ പേരുണ്ടെന്ന് നമുക്ക് അറിയാം. അവരുടെ കമന്റും അവരുടെ മെസ്സേജൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതന്നെ ഇപ്പൊ നമ്മള് സത്യം വിളിയുണ്ട് ചിലവരുടെ. നമ്മൾ തന്നെ ഇപ്പം സത്യം പറഞ്ഞെങ്കിൽ ആകെ പോസിറ്റീവ് മെസ്സേജുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ സഫനായാലും എനിക്കായാലും നല്ല പോസിറ്റീവ് കമന്റ്സുകൾ ഉണ്ട്. അത് കണ്ടിട്ട് നമ്മൾ നല്ല ഹാപ്പിനെസ് ആയാലും പിന്നെ അതേപോലെ തന്നെ അവർക്ക് മാത്രം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതും റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ മെയിൻ ഫോക്കസ് ആണ്. കാരണം ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കുറെ പേര് നെഗറ്റീവ് ഉണ്ട്. അവരോടൊക്കെ ഞാൻ മാന്യമായിട്ട് പറയാറുണ്ട്, ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണുണ്ടെങ്കിൽ അത് അവർക്ക് അതിന്റെ ഒരു വിഷമം വരുള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോ ഉദാഹരണത്തിന് തന്നെ എല്ലാവർക്കും ഒരേ ലൈഫല്ല, ഒരേ അനുഭവമല്ല, ഒരേ പെയിൻ അല്ല എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ തന്നെ ഇപ്പോൾ സഫൂനായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഒരു ഗേൾസിന് വരേണ്ട ഒരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ സഫൂന് മാഷാഅല്ലാഹ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോ രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത്. അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ അതിലുപരി ബുദ്ധിമുട്ട് ആൾക്കാരുടെ കമന്റ് കൊണ്ട് നമ്മളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കുറെ കമന്റുകൾ ഇടും. പിന്നെ കുറെയൊക്കെ കമന്റ് ഡിലീറ്റ് ചെയ്യൽ തന്നെ പണി. റിപ്ലൈ കൊടുക്കാനും നിൽക്കാറില്ല. അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ബോധമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റത്തെ രണ്ടെണ്ണം മൂന്നാമത് മുറിച്ച നല്ല ചോപ്പുണ്ടല്ലോ അത്. ഇത് കൂടുതൽ ചുമപ്പുണ്ട്, പഴുത്തത് തോന്നുന്നു. പക്ഷെ പച്ച ടേസ്റ്റ് ആവുക. പച്ചക്ക് തിന്നാ. ഞാൻ ഈ പണ്ട് പാത്തമാരുടെ അവിടെ പോയിട്ടില്ലേ, ചെറിയ അതായത് ഈ കോയക്ക മുട്ടില്ലേ വളരുന്നതിന്റെ കുറച്ച് അതെല്ലാം പച്ചക്ക് തിന്നല്ലേ, എന്തോ ഒരു ടേസ്റ്റാണ് കറുമുറ. ഞാൻ പണ്ട് ചെറുപ്പത്തെ കാര്യം പറഞ്ഞത്. ഞാനവിടെ കുഞ്ഞാവേനെ കാണാൻ പോയിട്ടുണ്ടായി. അതായത് മേനോന്റെ ഉപ്പാന്റെ പെങ്ങളുടെ മോളുടെ മോള്.
പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊച്ചിനെ കാണാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ കോവക്ക ഉണ്ടായപ്പോൾ എനിക്ക് തന്നു. അവിടെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തരലുണ്ട് കേട്ടോ, ചക്ക ആയാലും. അപ്പം ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് തിന്നോന്ന് തന്നു. അപ്പം ഞാൻ എന്താ പറയാ, ഞാൻ പോയിട്ട് കുഞ്ഞാവക്ക് നഖം വെട്ടി കൊടുത്തത്. അത് കുഞ്ഞിൻ്റെ ഉമ്മ 2 എണ്ണം വെച്ചതാണ്. എന്നിട്ട് 3ാമത്തേൻ്റെ കിടന്ന് പറക്കണം. എന്നിട്ട് എവിടെ നീ ചെയ്യുമെന്ന് വെച്ചു. ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല സിമ്പിളായിട്ട് വെട്ടി. ആദ്യമായിട്ടാ കുഞ്ഞിന് വെട്ടിക്കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ ബേബി ആയിട്ടാ ഞാൻ നഖം വെട്ടിക്കൊടുക്കുന്ന ബേബി എന്ന് പറഞ്ഞു. നേരത്തെ പോയിട്ടാകുമ്പോ ഇതുവരെ ഞാൻ വേറെ കൊച്ചിനും വെട്ടിക്കൊടുത്തുള്ളൂ. അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. എന്നാലും സംഭവം നോക്കിയേ ഭയങ്കര ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ അവസ്ഥ. കാരണം ഇതിന്റെ ഇടക്ക് വരെ നല്ല ഉഷാറിലുണ്ടായതാണ്. ഇപ്പൊ ഫൈജാസ് ആണെങ്കിലും ഭയങ്കര വിഷമായി പോയി പെട്ടെന്ന് കേട്ടപ്പോ. അല്ല ആക്സിഡന്റ് രണ്ടാൾക്കും ആക്സിഡന്റ് തന്നെയാ. മറ്റേ കഥ എനിക്ക് ഇങ്ങനെ അറിയില്ല. ഞാൻ പറഞ്ഞ ആളുടെ ആക്സിഡന്റാ, ഇത് ആക്സിഡന്റ് തന്നെയാ. എന്തോ മരിച്ചു കഴിയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുള്ള ഈ പുള്ളിയല്ലേ ഇങ്ങനെ റീൽ ചെയ്തത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷിപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷിപ്പിക്കാം. എല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരുടെ ദുഃഖം ആസ്വദിച്ചിട്ട് തന്നെ സ്വന്തം കർമ്മ എന്ന് പറഞ്ഞ സാധനം തിരിച്ചു വന്നിട്ടാണ് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ അവസ്ഥ. പക്ഷെ നമ്മളെ പറയണവരുടെ ലൈഫിലും ഉണ്ടാവും. എല്ലാവരും മനുഷ്യന്മാരെ എല്ലാവരുടെ ജീവിതത്തിലും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. എന്നിട്ട് സ്വയം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെയാണ്. എന്നോട് എത്ര ആളോ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും സാരമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞതായിരിക്കും, അതൊന്നും കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരെ ആ സമയത്ത് ഹേർട്ട് ചെയ്തിട്ട് പിന്നെ ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, അമ്മ അതിനുള്ളൊരു കുഴപ്പമില്ലാന്ന് പറയും. എൻ്റെ അടുത്ത് ഒരു കൊച്ചു എന്നെ മുന്നേ എന്തൊക്കെയോ പറഞ്ഞ് അയച്ച കൊച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയണേന്ന് വെച്ചാൽ പറഞ്ഞ് സോറി ഇത്താ, ഞാൻ കാരണം അവളെ അത്ര ഇഷ്ടപ്പെടുന്നവര് ചിലപ്പോ പെട്ടെന്ന് മറ്റുള്ളവരുടെ വീഡിയോയും കാര്യങ്ങളും കണ്ടിട്ട് ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു സ്ഥാനത്ത് ഞാൻ വരുമ്പോ ഉള്ളൊരു വിഷമം അതെല്ലാവർക്കും ഉണ്ടാവും. ശരി തന്നെ, ഞാൻ എന്ത് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ്, മനസ്സിലെടുക്കലേട്ടാ, നമുക്ക് ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ പേര് മെസ്സേജ് അയച്ചിട്ട്. നമുക്ക് ഇങ്ങനെ സമാധാനിക്കാൻ മരിച്ചോന്ന് നമ്മൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയേണ്ടത് പറഞ്ഞാല ആ പുള്ളി മരിച്ചിട്ടും ആ പുള്ളിക്ക് എന്തോ എതിരെ ഒരുത്തൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുണ്ട്, മറ്റവൻ നമ്മുടെ ഇടക്കിടക്ക് എടുത്ത് ചെയ്യണമെന്നില്ലേ, അവനെന്തോ ഇട്ട് ചെയ്തിട്ട് അതിന് കുറെ കമന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ മരിച്ച ആളെ വെറുതെ വിട്ടുകൂടെന്നാ, മരിച്ച ആളെ വെച്ചിട്ട് നീ എന്നെ വീഡിയോ ചെയ്യണമെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട്. നമ്മൾ മരിച്ച ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എതിരായിട്ട് കുറേ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ കയറി ഒന്നും അങ്ങനെ ഇടപെട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചോറും കറിയും വെക്കണ വീഡിയോ പക്ഷെ നമ്മൾ രാത്രി അപ്ലോഡ് ചെയ്യാം അല്ലേ, ഒരു സന്ധ്യ സമയത്ത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ നോമ്പ് പിടിച്ചിരിക്കുന്നവര് ഫുഡ് ഉണ്ടാക്കണത് നോക്കൂലേ രാവിലെയൊക്കെ. അവർക്ക് വൈകുന്നേരം ഉണ്ടാക്കാനുള്ള സ്നാക്സ് എല്ലാം നോക്കൂലേ ചില. പിന്നെ ഒരു ഇതുണ്ട്, ഈ നോമ്പ് സമയത്ത് റീൽസ് മൊത്തം തിന്നുണ്ടായിരിക്കും. അങ്ങനെ പ്രത്യേകത ഉണ്ട്. നോമ്പിന് റീൽ ഓപ്പൺ ആക്കിയാല് നമ്മുടെ മൈൻഡില് വന്നത് വായിച്ചെടുക്കും റീല്. പഴംപൊരി, സമൂസ അങ്ങനത്തെ എല്ലാ സ്നാക്സുകൾ, പുതിയ പുതിയ സ്നാക്സ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ
അങ്ങനത്തെ വീഡിയോസ് അധികം നോമ്പ് കാലത്ത് വരിക. ചിലത് ഇങ്ങനെ വിശന്നിരിക്കുന്ന സമയത്തെല്ലാം കാണുമ്പോൾ ഇങ്ങനെ പ്രാന്താവും. എന്തൊക്കെയോ കമന്റ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതാ കമന്റ് ഞാൻ വായിച്ചിട്ട് വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ പിന്നെ മറന്നു കൊടുക്കാൻ. ഇന്നൊരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിന്, പിന്നെ ഒരു പാരഗ്രാഫ് തന്നെ, ഇത് നിങ്ങൾ തല്ലിപ്പിരിയുന്ന കാണാൻ എല്ലാവർക്കും ആഗ്രഹം, പ്രത്യേകിച്ച് കുറേ ബ്ലോഗർമാർക്ക്. ഞാൻ പിന്നെ എടുത്ത് പറയാം, നിങ്ങൾ ഈ തല്ലിപ്പിരിഞ്ഞ സമയത്ത് ഞാൻ കരഞ്ഞ വീഡിയോ ഇട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ വേറെ പഴയ ഒരു വീഡിയോ ആണ്. ഞങ്ങളുടെ ചാനലിലുള്ള തന്നെ വീഡിയോ തന്നെ അവര് ഇങ്ങനെ ഇട്ടതാണ്. എൻ്റെ പൊന്നോ, അതിനെപ്പറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടില്ലേ, അത് ലിങ്ക് കൊടുക്കുക, നിങ്ങളൊന്ന് കണ്ടു. കുറേ പേര് പറഞ്ഞ് അവളല്ലേ കരഞ്ഞ് വീഡിയോ ഇട്ടത് തല്ലിപ്പിരിക്കണം പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല. അതൊക്കെ കേൾക്കുമ്പോൾ ചെയ്യുന്നു, ഓരോ മണ്ടന്മാരില്ലേ ലോകത്ത്. ഇങ്ങനെ നെഗറ്റീവ് പറയണവർ അങ്ങനെ പറയാൻ പാടില്ല. അവരെ പറഞ്ഞാ ഇപ്പൊ അവര് മണ്ടന്മാരെന്ന് പറഞ്ഞാൽ അവരൊരു നിങ്ങളാണ് മണ്ടന്മാർ. അവര് പലതും വിളിച്ചു പറയും കേട്ടാ, നമ്മളെ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മളതിന് തിരിച്ചു പറഞ്ഞാൽ പറയും നീ നിന്റെ നാളെടുക്ക്, നീ അത് പറയണ്ട ഇത് പറയണ്ടെന്ന് പറയും. അപ്പൊ അവര് അത്രയും പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു അംശമൊക്കെ നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവാം. ഈ പറയണവരൊക്കെ എന്താ നേരിട്ടാണെന്നൊന്നും പറയാത്തത്? എത്രയോ പേര് അങ്ങനെ നെഗറ്റീവ് ഇടുന്നവരെ നമ്മൾ നേരിട്ടുണ്ടാവൂലേ? ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നമ്മളെ നെഗറ്റീവ് ഈ കുറേ ബ്ലോഗർമാരില്ല, അവരെന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് 99% എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ചാനൽ കേട്ടിട്ട് എന്താ പറയുക ഒരു ഡൗട്ടുകൾ പറയുന്ന ആൾക്കാരും ഉണ്ട്. ഈ അടുത്ത് നമ്മ ഫോൺ ഷോപ്പിൽ പോയിട്ടാകുമ്പോൾ ഒരു ഉപ്പ വന്നിട്ട് നല്ല മിൻ്റെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ മോള് ഉമ്മ ഫസ്റ്റ് വന്ന്, കാസർഗോഡുള്ളത് മോള് ഫസ്റ്റ് വന്ന് ഫോട്ടോ എടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ ഇങ്ങനെ കുറേ നേരം ചിരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിരിച്ച്, പിന്നെ വന്നിട്ട് അവൻ ഇങ്ങനെ വിളിച്ച്, എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ നിങ്ങൾ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. വാപ്പമാരൊക്കെ പ്രായമുള്ള അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കൽ കറയുണ്ടാവും, നമുക്ക് കഴുകിയെടുക്കാം. ഇതുണ്ടോ പശ പോലെ, പശ കാണണ്ട, ഒരു ഒട്ടിപ്പിടിക്കുന്ന കറ, ഇത് ജെല്ലി ടൈപ്പ് ഇതിലുണ്ടാവും. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇത് ചിലവര് ഉണ്ടാക്കുന്നത് സവാള ഫസ്റ്റ് തന്നെ ഇട്ട് വാട്ടുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരുമിച്ചാണ്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? Oh God! You again? വീണ്ടും നിങ്ങളോ? അങ്ങനെ വെച്ചിട്ടെന്ന് കുറിച്ചോ കൈ നോക്കാം. ഇനി ചിലപ്പോൾ ഇതിൻ്റെ കറ പിന്നെ അതൊന്നോ
ചൂടല്ല ഭയങ്കര ഇപ്പോൾ ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ടൊക്കെയാണ് എല്ലാ കുറേ സ്ഥലത്തൊക്കെ ഇറങ്ങാനൊന്നും പറ്റില്ല. നമുക്ക് ഞാൻ കഴിഞ്ഞ് വെച്ചതാണ് വെച്ചു ഓക്കെ. ചൂടാവട്ടെ. വെളിച്ചെണ്ണയിലായിക്കോട്ടെ ടേസ്റ്റ്. നമ്മൾ വെളിച്ചെണ്ണ കഴിക്കില്ല. ഇളക്കാൻ കയ്യിലെടുക്കും. ഇങ്ങനെ വെള്ളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂർക്കയാണ്. കൂർക്ക അന്ന് മേനു വീട്ടിൽ വന്നപ്പോൾ കാണിച്ചിട്ടില്ല ഞാൻ. അന്ന് മേനുവിന് എന്തെന്ന് അറിയാണ്ട് ഏതോ മേനുവിന് ഇവിടെ അറിയില്ല. ഇവിടെ ഞാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ അറിയില്ല. കൂർക്ക നല്ല ടേസ്റ്റാണ്. ചൂടായിട്ടൊന്നും കടുകിട്ട് കൊടുക്കണം. ഇങ്ങോട്ട് ഓർക്കും ഞാൻ കുഞ്ഞ് മുളക് എടുക്കുള്ളൂ. വേറെ കുറച്ച് മുളക് പൊടി കണ്ട്. എനിക്ക് മുളക് ഇഷ്ടമല്ല, എരിവ് ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കോക്കട്ട് കൊടുക്കണം. ഇത് കോവക്ക എന്തായാലും വാടാൻ ടൈം കൊടുക്കാം. അപ്പോൾ അതിന് സവാളയും വാടി വന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ നല്ല മണം അല്ലേ? നല്ല മണമില്ലേ? കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിരിക്കണം. നമ്മൾ മൂടി വെക്കൽ വേണം. മുളക് പൊടി ഇടുന്നില്ലേ? മുളക് പൊടി വാടിക്കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഇതൊന്ന് നമുക്ക് ഇച്ചിരി മൂടി വെക്കാം. കുറച്ച് വാടിയിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങും. ചിലവർക്ക് പോലെ പച്ച കളറായിരിക്കും ഇഷ്ടം, കുറച്ച് വേവുമ്പോൾ തന്നെ. എനിക്ക് പക്ഷേ നല്ല മുരിഞ്ഞൊരു ബ്രൗൺ ആവണം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇത്ര ഇഷ്ടമുള്ളവർ ഇത്രയും വെച്ച് നിർത്താം. അതായത് ഒരു പച്ചപ്പ് കുറച്ച് വേവണം, അങ്ങനെ ടൈപ്പ്. എനിക്കത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം നമുക്ക്. എന്നിട്ട് ലാസ്റ്റ് ഒരു
വേണ്ട സമയമാകുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ കാണാം. കുറച്ച് നേരം കഴിഞ്ഞ് നല്ലോണം വാടി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവാട്ടോ. ഇത് ചിലവർ ഇങ്ങനെ കറക്റ്റ് അളവിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് മെഴുക്ക് വരട്ടി ടൈപ്പ് ഉണ്ടാക്കും. എനിക്ക് തേങ്ങ ഇടണ്ട, എനിക്ക് തേങ്ങ ഇടാത്ത ടൈപ്പ് ഇഷ്ടം. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് എടുക്കണം, എരിവില്ലാത്തത്. ഇതിപ്പോൾ കറക്റ്റായി, തിന്നേണ്ട കറക്റ്റ് ആയിട്ടുണ്ട്. വേണ്ടത് കുറച്ചുകൂടി നല്ല ഇങ്ങനെ വരട്ടിയെടുക്കാം. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പുണ്ട്. പിന്നെന്താ, ഇനിയിപ്പോൾ ചോറ് വേവുണ്ട്, ചോറ് വെന്ത് അതൊന്ന് ഊറ്റണം. പിന്നെ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് തിന്നാൻ കാണിക്കുമ്പോൾ എല്ലാവരും കഴിക്കും നോമ്പ് കാലത്ത് ഇങ്ങനെ കാണിക്കരുതെന്ന് പറയൂലേ. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പം ഈ നോമ്പ് വ്ളോഗ് ചെയ്യണവർ തിന്ന് കഴിഞ്ഞിട്ട് വീഡിയോ ഇടൂലേ, മനസ്സിലായോ? നോമ്പ് തുറന്നായിട്ട് വീഡിയോ ഇടൂലേ? അപ്പം അത് തിന്നണല്ലേ കാണിക്കണം? അങ്ങനെയല്ല, ഞാൻ നോമ്പ് കാലത്ത് പകൽ സമയം, അതായത് നോമ്പിൻ്റെ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ മാക്സിമം അറിയിക്കാണ്ടായിരിക്കണം. അത് ശരിയാ. നോമ്പ് ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ആക്ട് ചെയ്യണം. കാരണം ചൂടായ സമയത്ത് പുറത്തു പോകുമ്പോൾ ദാഹിച്ചാൽ പോലും നമുക്ക് പുറത്തുനിന്ന് കുടിക്കാൻ പറ്റില്ല വെള്ളം. നോമ്പ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് അറിയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കഴിക്കാൻ പാടില്ല. പിന്നെ ഈ അടുത്ത് നമ്മൾ എന്തിനാവശ്യത്തിന് പോയത്, പാൻ കാർഡ് ശരിയാക്കാനാ എന്തോ പോയ സമയത്ത് രാവിലെ കുറച്ചെന്തോ തിന്നിട്ട് പോയത്. ചേട്ടൻ നല്ല വിഷമം. ഇപ്പം ഇങ്ങനെ ഇരിക്കൊണ്ട് വിശക്കൂലേ. അപ്പോൾ ഓരോ കടകളിൽ പോയിട്ട് ആളില്ലാത്ത കട നോക്കി 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 ഒരു ബേക്കറി കയറിയിട്ട്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വലിയ കോമഡി. മിനിയാന്ന് എന്നോട് പറഞ്ഞ ഞങ്ങൾക്ക് മറ്റേ ഫ്രൂട്ട് കുടിക്കാൻ ആശയെന്ന് പറഞ്ഞേ. എന്നിട്ട് ഞാൻ എന്താക്കി, ഇപ്പം ഫ്രൂട്ടി വാങ്ങിച്ചിട്ട് എന്താക്കി ബേക്കറിയിൽ പോയി ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്ത്. മേടിച്ചിട്ടുണ്ട്, വണ്ടി നിന്നിട്ട് ബേക്കറി പരസ്യമായിട്ട് പള്ളീൻ്റെ മുമ്പ് നല്ല കുടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് ലാസ്റ്റ് കുടിച്ച്, ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് കുടിച്ച് കഴിഞ്ഞിട്ടാവുകൊണ്ട് പിന്നെ ഇത് മറ്റേ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാനൊന്നും ഇല്ല, ഒറ്റയടിക്ക് കുടിച്ച് തീർന്നു പറഞ്ഞിട്ട് ചാടുമ്പോൾ ഞാൻ അറിഞ്ഞത്. നിന്റെ അയ്യോ ഓർമ്മയില്ലാന്ന്. അത് എന്താന്നാ, ആ സമയത്ത് ഈ ഷേക്കൊന്നുമല്ല, വെള്ളം പോലത്തെ തണുപ്പ് കുടിക്കാൻ ഭയങ്കര എന്തോ ഒരു ദാഹം. ആ സമയത്ത് കിട്ടിയ വശം തന്നെ ഞാൻ ഇതാക്കി ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടാ. എന്നിട്ട് നമ്മൾ രാജ്യത്തെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആളില്ലാത്തൊരു ബേക്കറി നോക്കിയിട്ട് സമൂസയും ടെൻഡർ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നതെന്ന് മറ്റേ തേങ്ങാപ്പാല്. തേങ്ങ തേങ്ങ പിന്നെയും കുടിക്കാം, ടെൻഡർ ജ്യൂസ് അല്ല. തേങ്ങാപ്പാൽ അരച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണ വെള്ളമില്ല, അതേ ടേസ്റ്റ്. അതന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയെങ്കിൽ അതിലേക്ക് ഒഴിക്കായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത് പപ്സ് തിന്നാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ പുള്ളി എന്നെ എടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ആൾക്കാർ കാണണ്ടാന്ന് പറഞ്ഞു. പ്രഗ്നൻ്റ് ആയത് അറിയാലോ. അപ്പോൾ അവർ പറഞ്ഞ ആൾക്കാർ കാണണ്ട, ഇങ്ങനെ തിരിഞ്ഞിരുന്നു. ആ പുള്ളിയാണ് ഹിന്ദു ആയിരുന്നു തോന്നുന്നു. ആ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ തിന്നണ്ടായി എന്നൊക്കെ ഹിന്ദു തന്നെ, പക്ഷെ അവര് നോമ്പിനെ ബഹുമാനിച്ചിട്ട് പറഞ്ഞത് ആരും കാണണ്ട ഇവിടെ തിരിഞ്ഞിരുന്നു. നല്ല വെറുതെ വന്നിട്ടുണ്ട്. ഞാനത് ചോറൊന്നും ഊറ്റട്ടെ, ചോറ് വെന്തുണ്ട്. ചോറ് ഊറ്റാൻ നമുക്ക് ആദ്യം എപ്പോഴും ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നോക്ക്.
നല്ല സ്റ്റില്ലടിക്കട്ടെ, ഒന്ന് ചിരിച്ചേ. സാധനം തിന്നാനായിട്ട് ചിരിക്ക് വേണ്ട, തിന്നൊന്നും വേണ്ട. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ അടുപ്പിൽ ചെയ്യൂലേ, ഈ വിറകൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ ആക്കുമ്പോൾ ചട്ടിയിൽ. അതല്ല, ചട്ടിയല്ല, മൺചട്ടിയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ചട്ടി തന്നെ നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ചിട്ട് ഉണ്ടാക്കൂലേ, അതൊന്നും ഒരു പ്രത്യേക ടേസ്റ്റ്. അത് ചട്ടിയിലാക്കുമ്പോൾ അതേ നല്ല ടേസ്റ്റ്. മൺചട്ടിയിലാക്കുമ്പോൾ, മൺചട്ടിയിൽ ഇപ്പൊ ഏത് ഇറച്ചിക്കറി തന്നെ മൺചട്ടിയിലാക്കി നല്ല ടേസ്റ്റ്. ഇത് ആയിട്ടുണ്ട് വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കറക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇനിയിപ്പോ കറക്റ്റാണ്. വെറുതെ നോക്ക്, കാണാൻ പറ്റണം അതിൻ്റെ അവിടെ നിന്ന്. നല്ല വറ്റി ഇതായിട്ടുണ്ട് അല്ലേ? നമുക്കപ്പോൾ ഇതെന്തായാലും ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ കുറേ, നമുക്ക് ഓഫ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ സിമ്പിൾ കോവക്ക ഉലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് തേങ്ങ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ എത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പൊക്കെ ജസ്റ്റ് എല്ലാവരും നോക്കിയിട്ട് ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കാം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ആയിട്ട് വരും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്, എന്നാലും ഒരു സിമ്പിളായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാൻ വന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.